നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരാത്മീക നേതാവിൻ്റെ ഗുണമാണ് പ്രാർത്ഥന പോരാളിയാകുക. ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഈ പ്രാർത്ഥനയെ കടമെടുത്തോണം. എന്നെ കേൾക്കുന്ന ദൈവസഭയെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ഈ പ്രാർത്ഥനയെ കടമെടുക്കണം. എന്തിനാ എടുക്കുന്നത്? അദ്ദേഹം പറഞ്ഞു കേട്ടോ, നിങ്ങൾ ദൈവഹിതം സംബന്ധിച്ചൊക്കെയും, ആരാ? കൊലോസിയിലെ സഭ ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരണം. മനസ്സിലാകുന്നുണ്ടോ? ഇനി 2, നിങ്ങൾ തികഞ്ഞു വരണം. ആരിലാ തികഞ്ഞു വരേണ്ടത്? സഭയിൽ തികഞ്ഞു വരാനാണോ? സഭയിൽ പ്രാർത്ഥനാ മനുഷ്യനാണെന്നോ പ്രവാചകനാണെന്നോ തെളിയിക്കാനാണോ? അല്ല. എന്താ? ക്രിസ്തുവേശു എന്ന തലയോളം നിങ്ങൾ തികഞ്ഞു വരണം. കണ്ടോ, ഈ ആഗ്രഹത്തിന്റെ അകത്താണ് ഒരു ആത്മീകന്റെ കാഴ്ച, ആത്മീകനാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അദ്ദേഹം ശുശ്രൂഷകനാണെന്ന് തെളിയിക്കാൻ പറ്റും. അദ്ദേഹം പ്രാർത്ഥിക്കുക, അദ്ദേഹം പോരാ. അപ്പം നിസ്സാര വെല്ലുവിളിയല്ല, ഒരു യഥാർത്ഥ ശുശ്രൂഷകനാണ് വെല്ലുവിളി ഉണ്ടാകുന്നത്. ഇവിടെ എപ്പഫ്രാസ് എന്താ ഈ ലേഖനം എഴുതാനുള്ള കാര്യം? എപ്പഫ്രാസ് അല്ല, പൗലോസാണ് ലേഖനം എഴുതിയത്. പക്ഷേ ഈ ലേഖനം എഴുതാതിൻ്റെ പിൻപിൽ വളരെ കഠിനാധ്വാനം ചെയ്ത മനുഷ്യനാണ് എപ്പഫ്രാസ്. എന്താ കാര്യം? താൻ അധ്വാനിക്കുന്ന സഭയ്ക്കകത്ത്, കൊലോസിയ സഭയ്ക്കകത്ത്, കൊലോസിയിൽ ദുരുപദേശത്തിൻ്റെ ഒരു കൂട്ട്, ഒരു മേഘ പടലം സഭയ്ക്കകത്ത് കയറി വന്നു. ഇന്ന് പെന്തക്കോസ്ത് ഗോളത്തിന് എന്ത് സംഭവിക്കുന്നു? അതിനേക്കാൾ ഭീമകരമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതിനോട് സമാനമായി നിൽക്കുന്ന വെല്ലുവിളികൾ ദുരുപദേശത്തിനെതിരെ. കാര്യം കൊലോസിൽ ഏറ്റവും അധികം ജ്യൂസ് ആയിരുന്നു. ജ്യൂസ് വിശ്വാസത്തിലേക്ക് വന്നതുകൊണ്ട് ചോദ്യങ്ങൾ അനവധിയായിരുന്നു. എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ, ഒറ്റ ചോദ്യം ഞാൻ പറയാം, എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് കർമ്മമില്ല, ആചാരമില്ല, വിശ്വാസം മറ്റ് ഒന്നുമില്ലാതെ ഹൗ ക്യാൻ എ മാൻ ഗെറ്റ് എ സാൽവേഷൻ? ഒരു മനുഷ്യൻ എങ്ങനെയാണ് രക്ഷ കിട്ടുക? ഒറ്റ ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരമാണ് പൗലോസ് അടുക്കടുക്കായി അങ്ങോട്ട് എഴുതി അങ്ങോട്ട് തെളിയിച്ചു കൊടുക്കുക. അതിൽ ഒന്നാമത് കൊലോസ് ലേഖനത്തിന് 1-ാം വാക്യത്തിൽ തലയായ ക്രിസ്തുവിനെ അങ്ങ് പരിചയപ്പെടുത്തി. ആരാണെന്നറിയാമവൻ? അവനെക്കുറിച്ച് അറിയണമെങ്കിൽ 15-ഉം 16-ഉം വാക്യങ്ങൾ വായിച്ചു നോക്കണം. സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നവൻ, വാഴ്ചകളെയും അധികാരികളെയും സൃഷ്ടിച്ചവൻ, എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി ദൈവസഭയെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞ വാക്ക്? അവൻ പാതാള ഗോപുരങ്ങൾ എന്തിനെ ജയിക്കില്ല? സഭയെ ജയിക്കില്ല. അപ്പോൾ എന്താ ജയിക്കില്ല പറഞ്ഞ അർത്ഥം അറിയാവോ? ഇതാ അതിന്റെ കാര്യം. സകലത്തിന്റെയും നിയന്ത്രിതാവ്, സകലത്തിന്റെയും സൃഷ്ടിതാവ്, സകലത്തിന്റെയും ചലനത്തെ നിയന്ത്രിക്കും ദൈവം ഒരുവൻ മാത്രമാ. പൈശാചിക മണ്ഡലങ്ങൾ എത്രമേൽ പദ്ധതികൾ ഒഴിവാക്കിയാലും ഒരു ഭക്തനെ നശിപ്പിക്കാൻ പറ്റത്തില്ല. ഒരു ഭക്തന്റെ കുടുംബത്തെ അപകരിക്കാൻ പറ്റത്തില്ല. ഒരു ഭക്തനെ അപകരിച്ച് നശിപ്പിച്ച് ദേശത്ത് നിന്ദിക്കാൻ പറ്റത്തില്ല. കാര്യം ദൈവമാണ് നിയന്ത്രിതാവെന്ന് വേദപുസ്തകം അസന്നിഗ്ധമായി പഠിപ്പിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ കൊലോസ്യ സഭയ്ക്കകത്ത് ദുരുപദേശം കയറി വന്നപ്പോൾ എപ്പഫ്രാസ് എന്ന് പറയുന്ന മനുഷ്യൻ ഭാരപ്പെട്ടു. അയ്യോ, എൻ്റെ സഭ, എൻ്റെ സഭയിലെ കുടുംബങ്ങൾ, ദൈവം ഏൽപ്പിച്ച വ്യക്തി ജീവിതങ്ങൾ, ആത്മഭാരം എവിടെയുണ്ടോ അവിടെ സഭ വളരും. അവിടെ സഭയെ മുടിപ്പിക്കാൻ ദേശത്തിൻ്റെ അധിപതികളും ദുരുപദേശത്തിൻ്റെ ശക്തികളും എണീറ്റെന്ന് വരാം. പക്ഷേ ആത്മഭാരം ഉള്ളവൻ്റെ കാഴ്ചപ്പാടിനെ തകർത്തു കളയാൻ പിശാചിന് പറ്റത്തില്ല. അവൻ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയെ മുടിപ്പിക്കാൻ പിശാചിന് പറ്റത്തില്ല. അവൻ അതിൻ്റെ മേൽ ജയിക്കാൻ പിശാചിന് ഒരിക്കലും കഴിയില്ല. കാര്യം ഒരാത്മാവിന്റെ വില ആമേൻ മുഴു ലോകത്തെക്കാളും വലിയതാകൊണ്ട്, അത് ദൈവത്തിനും ജനത്തിനും അറിയാവുന്നത് കൊണ്ട് അവൻ ദർശനത്തിൽ നിൽക്കുന്ന ദൈവജനമേ, നിങ്ങളുടെ പ്രാർത്ഥന ദേശത്തിന്റെ വിടുതലിന് വേണ്ടിയാണെങ്കിൽ, നിങ്ങൾ ആത്മാക്കളുടെ വിടുതലിന് വേണ്ടിയാണെങ്കിൽ, അതിനെ തച്ചുടയ്ക്കാൻ ദേശത്തിലെ ഒരു കൊടുകുത്തിയ അവൻ മന്ത്രവാദികൾക്കും ഒരു ആഭിചാരദോഷകനും കഴിയില്ല എന്നുള്ള വസ്തുതയെ വചനപ്രകാരം ഞാൻ ഉറപ്പിച്ചു പറയാം. യെസ്. ഈ കൊലോസ് ലേഖനം എഴുതുമ്പോൾ പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. അതുകൊണ്ട് കൊലോസ് ലേഖനത്തെ വിശിഷ്ടമായ രീതിയിൽ ഒരു പേര് കിടപ്പുണ്ട്, പ്രിസൺ എപ്പിസ്റ്റൽ, കാരാഗ്രഹ ലേഖനം എന്ന കൊലോസ് ലേഖനത്തെ. കൊലോസ് ലേഖനം മാത്രമല്ല, 4 ലേഖനങ്ങളാണ്. 1 കൊലോസ് ലേഖനം, ഫിലേമോന്റെ ലേഖനം, ഫിലിപ്പിയ ലേഖനം, പിന്നെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം. ഈ 4 ലേഖനങ്ങൾ മറ്റ് എല്ലാ ലേഖനങ്ങളെക്കാളും ഈടുറ്റായ ലേഖനങ്ങളാണ്. എന്താ പ്രത്യേകത? 1 കൊലോസ് ലേഖനം രാജാവിനെ കുറിച്ച് പറയുന്നു. എഫേസ്യ ലേഖനം രാജാവിൻ്റെ മണവാട്ടിയെ കുറിച്ച് പറയുന്നു. ഇനിയും ഫിലിപ്പിയ ലേഖനമോ മണവാട്ടിയെ കാന്തം പറയുന്നു, കർത്താവിൽ സന്തോഷിപ്പിൻ. നിനക്ക് കഷ്ടമില്ല എന്നല്ല കാന്തം പറയുന്നത്, നിനക്ക് വേദനയില്ല എന്നല്ല കാന്തം പറയുന്നത്. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് പറയുകയാ, കഷ്ടതകൾ നിന്റെ മുമ്പിൽ കാർന്നു തിന്നുമാർ എണീറ്റു നിന്നാലും, വലിയ മലകൾക്ക് സമാനമായി നിന്റെ മുമ്പിൽ വെല്ലുവിളിച്ചാലും, സഭയെ നിനക്ക് കഷ്ടതയെ ഇല്ലെന്നല്ല, ക്രിസ്തുവിൽ സന്തോഷിക്കാം. ഇനി ഫിലിപ്പോന്റെ ലേഖനമോ
ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ ദയ, ക്രിസ്തുവിൻ്റെ കരുണ, നീ എത്ര തള്ളപ്പെട്ടവനാണേലും നിന്നെ ഏത് കാരാഗ്രഹത്തിൽ അടച്ചാലും ദൈവത്തിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ഇതാ ഫിലേമോന്റെ ലേഖനം. അത് ഒറ്റ ചുരുക്കം പറയാം. അതിനെ ഇങ്ങനെ ഇതൊരു ഞാൻ പറയുന്നത് അതിൻ്റെ പോയിന്റുകൾ മാത്രമേ ഇറങ്ങി പറയുകയാണെങ്കിൽ, ഒനേസിമോസ് എന്ന് പറയുന്ന അടിമ എന്തുവായി? ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നു. കാരാഗ്രഹത്തിൽ വെച്ച് ഫിലേമോന് പൗലോസ് ലേഖനം എഴുതി പറയുകയാണ്, ഇവൻ നിന്റെ കയ്യിൽ നിന്ന് വല്ലതും അപഹരിച്ചിട്ടുണ്ടെങ്കിൽ, നിനക്കെന്തെങ്കിലും നഷ്ടം വരുത്തിയിട്ടുണ്ടെങ്കിൽ അവന് പകരം ഞാൻ തന്നുകൊള്ളാം. ഒരാത്മാവിനെ നഷ്ടപ്പെടാൻ വില കൊടുക്കുന്നത് കണ്ടോ? ഓ ജീസസ്, ഇന്ന് രാത്രി ആമേൻ പറയാവോ? ആമേൻ. കാശ് ഉണ്ടാക്കുന്നതല്ല കാര്യം. ആമേൻ. കാറ് വാങ്ങിച്ച് 2 നില വീട് വെച്ച് ജീവിക്കുന്നതല്ല കാര്യം. നല്ല ആത്മിക പക്വതയിൽ ജീവിക്കുന്നതിലാ കാര്യം. പൗലോസ് തെളിയിച്ചു കൊടുത്തു. പൗലോസ് എന്താ പറയുന്നറിയോ? ഒന്ന് വായിക്കാവോ ഫിലേമോന്റെ ലേഖനം, അതിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഫിലേമോന്റെ ലേഖനം 11-ാമത്തെ വാക്യം. എൻ്റെ വിഷയം അതല്ല, എങ്കിലും ഇതൊന്നും പറയാതെ പോകാൻ പറ്റത്തില്ലല്ലോ. ഫിലേമോന്റെ ലേഖനം 11-ാമത്തെ വാക്യം. അയ്യോ, ഇവിടെ ഇരിക്കുന്ന എല്ലാം വിശ്വാസികളാ. നമുക്ക് ആർക്കും റെഫറൻസ് അറിയത്തില്ലേ? ആ 11. പൗലോസ് പറഞ്ഞു കേട്ടോ, ഫിലേമോന് ലേഖനം എഴുതിയിട്ട് ഫിലേമോനോട് പറയുക, ഫിലേമോനെ, ഇവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു. എന്താ കാര്യം? നിന്റെ അടിമയായിരുന്നുള്ള സത്യമാണ്. നിന്റെ പക്കൽ നിന്ന് അപഹരിച്ചുകൊണ്ട് ഓടിപ്പോയി എന്നുള്ളത് സത്യമാണ്. പക്ഷേ മുമ്പേ പ്രയോജനമില്ലാത്തവനെ കാരാഗ്രഹത്തിൽ വെച്ച് മാനസാന്തരം ഉണ്ടായതുകൊണ്ട് അവൻ ഇപ്പോൾ നിനക്ക് പ്രയോജനമുള്ളവനായി. എന്താ കാര്യം? അവൻ ക്രിസ്തു സഹിതനായി, ക്രിസ്തു വസിക്കുന്ന ഒരാത്മീക മനുഷ്യനായി ദൈവം അവനെ മാറ്റി. അപ്പൊ സഭ ഉണ്ടായിരുന്നത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. കാര്യം ഫിലേമോന്റെ വീട് ഏതാണെന്നറിയാവോ? ആത്മീയ ആരാധന നടക്കുന്ന വീട്. അതിന്റെ 1-ാം വാക്യം വായിച്ചേ. 1-ാം വാക്യം. ആ ആ ആ അപ്പിയായിരിക്കും. കണ്ടോ, ഫിലേമോന്റെ വീട്ടിൽ സഭയുണ്ടായിരുന്നു. അപ്പൊ സഭയുള്ള അന്തരീക്ഷത്തിൽ വളർന്നവനാര്? ഒനേസിമോസ്. അവിടെ വെച്ച് മാനസാന്തരം ഉണ്ടായില്ല. പക്ഷെ അഭിഷക്ത ഗണത്തിൽപ്പെട്ട അപ്പോസ്തലൻ എന്ന് വിളിക്കപ്പെട്ടവന്റെ അടുക്കൽ ചെന്നപ്പോൾ ശരിയായ മാനസാന്തരം ഉണ്ടായി എന്ന് മാത്രമല്ല, അവനെ നിലനിർത്തേണ്ടതിന് പൗലോസ് വിലയും കൂടെ കൊടുത്തു. സ്തോത്രം. ഇന്നത്തെ ശുശ്രൂഷന്മാർ നേരെ തിരിച്ച അല്ലേ പക്ഷേ? ഞങ്ങൾക്കുണ്ടാകട്ടെ. തിരിച്ച് ഞാൻ പറയാം, സഭയ്ക്കകത്ത് ആത്മാക്കൾ ഉണ്ടാകണോ? ആത്മീക വർധന ഉണ്ടാകണോ? ദൈവദാസൻ സഭയ്ക്കകത്തെ ആത്മാക്കളുടെ അവസ്ഥ അറിഞ്ഞിരിക്കണം. കൊടുക്കാൻ കഴിയുമെങ്കിൽ അവർക്ക് തിരിച്ചും കൂടെ കൊടുക്കണം. ഇങ്ങോട്ട് വാങ്ങിക്കാൻ മാത്രമാണോ പറഞ്ഞേക്കുന്നത്? അല്ല, എഫക്റ്റായിട്ട് പറഞ്ഞ് കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇന്ന് പാസ്റ്റർമാർ വാങ്ങിക്കുന്നു, കൊടുപ്പില്ല. സ്തോത്രം. ആമീൻ. കൊടുക്കണം. ആർക്ക് വേണ്ടിയാ? സഭയിലെ ഒരുവൻ. ഞാൻ പറയാം, ഈ അനീഷ്കാവലം പാസ്റ്റർ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കലും ഒരിക്കലും ഒരു കാര്യം പറഞ്ഞു. പാസ്റ്റർ എടുത്ത് മീറ്റിങ്ങിന് ചെന്നപ്പം ഒരാൾ പറഞ്ഞു, പാസ്റ്ററെ സഭയ്ക്ക് സ്ഥലമില്ല, പ്രാർത്ഥിക്കണം. അപ്പോൾ അങ്ങേപ്പുറത്തിരുന്ന പുള്ളി പറഞ്ഞു, പക്ഷേ ഈ പുള്ളിക്ക് എത്ര ഏക്കറുണ്ട്? 2-3 ഏക്കറുള്ള മനുഷ്യനാണ്. ആ മനുഷ്യനാണ് സഭയ്ക്ക് സ്ഥലമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറയുന്നയാക്കോ അതിൽ കൂടുതൽ ഏക്കറുള്ള മനുഷ്യനാണ്. അപ്പോൾ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും അറിയാം, ചെയ്യാൻ ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് വചന വെളിപ്പാടിൽ ഒരു കാര്യം പറയാം, ഒരിക്കലും വളരില്ല. വളരണോ? ആത്മീയ പക്വതയ്ക്കകത്ത് ചെയ്തും പ്രവർത്തിച്ചും പ്രാർത്ഥിച്ചും നിന്നാൽ ദേശത്ത് ഒരു നന്മയുടെ മരമെന്ന് മാത്രമുള്ള പേരല്ല, അവിടെ പോയാൽ നമുക്ക് വേണ്ടി കരം കോർത്തിരുന്ന് പ്രാർത്ഥിക്കാനും കണ്ണീര് തുടയ്ക്കുവാനും ഒരു അഭിഷക്ത ഗണമുണ്ടെന്നുള്ള പേരും കൂടെ കിട്ടും. സ്തോത്രം. ഹല്ലേലൂയ. പോട്ടെ, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. ലേഖനത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ പോയത്. അപ്പോൾ എപ്പപ്രാസ് എന്ന് പറയുന്ന മനുഷ്യൻ ഏതാണ്ട് ഒരു 30 മൈലോളം നടന്ന് റോമിൽ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസിൻ്റെ അടുക്കൽ ചെന്നിട്ട് പൗലോസിന് പറഞ്ഞു, പൗലോസേ, അങ്ങയുടെ ദാസന ഞാൻ. പൗലോസിൻ്റെ ശിഷ്യനാണ് എപ്പപ്രാസ്. ഈ എപ്പപ്രാസ് പറയുകയാ, ഞാൻ ശുശ്രൂഷിക്കുന്ന സഭ, കൊലോസ്യ സഭ, ചില പ്രശ്നങ്ങളുടെ നടുക്ക് നിൽക്കുക. ദുരുപദേശത്തിൻ്റെ മണ്ഡലം, ദുരുപദേശത്തിൻ്റെ വെല്ലുവിളി സഭയ്ക്കകത്ത് ഇടിച്ചു കയറിയിരിക്കുക. ഇതിനെ തകർക്കാൻ, ഇതിനെ ജയിക്കാൻ എന്താ വഴി? അതിനുള്ള മറുപടിയാണ് കൊലോസി ലേഖനം.
ശ്രദ്ധിക്കണം, 1ഉം 2ഉം അധ്യായങ്ങൾ ആത്മീയ കാഴ്ചപ്പാടിനെ കുറിച്ച് പറയുക. ഹൗ ടു ലീവ് ഇൻ ദ ചർച്ച്, ഹൗ ടു വാക്ക് ഇൻ ദ ചർച്ച്. എങ്ങനെയാണ് സഭയിൽ ജീവിക്കേണ്ടത്, എങ്ങനെയാണ് സഭയിൽ നടക്കേണ്ടത്. ഇനിയും 3-4 വാക്യങ്ങളോ പ്രാക്ടിക്കൽ വശമാണ്. ഞാനിപ്പോൾ പറഞ്ഞ പ്രാക്ടിക്കൽ വശം. ആത്മീകനാണെങ്കിൽ ജഡത്തെ മരിപ്പിച്ചേ ജീവിക്കാവൂ. മരിപ്പിക്കുന്നില്ല എങ്കിൽ ഉപയോഗിക്കപ്പെടത്തില്ല, ഒരിക്കലും ഉപയോഗിക്കപ്പെടത്തില്ല. സ്തോത്രം. പോട്ടെ, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പോട്ടെ. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് എപ്പഫ്രാസിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുക, ഇദ്ദേഹം പ്രാർത്ഥനയിൽ പോരാടുകയാണ്. എന്താണ് പ്രാർത്ഥനയിൽ പോരാടുന്നത്? 1, നിങ്ങൾ തികഞ്ഞു വരേണ്ടതിന്. സ്തോത്രം. ആർക്കാ തികവ് ആവശ്യമില്ലാത്തത്? എല്ലാവർക്കും തികവ് ആവശ്യമുള്ളവരാ. സ്തോത്രം. പക്ഷെ തികവിന് ചില പ്രത്യേകതകളുണ്ട്, ഞാൻ പറഞ്ഞു വരാം. 2, ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരാകണം. സ്തോത്രം. അപ്പോൾ തികവുണ്ടെങ്കിലേ ദൈവഹിതത്തിൽ പൂർണ്ണ നിശ്ചയം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ തികവ് എങ്ങനെ ഉണ്ടാകുക? നമുക്ക് നോക്കാം. എന്താ തികവ്? ഒത്തിരി തികവുകൾ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഇന്ന് രാത്രിയിൽ ദിവസം സമയം പറഞ്ഞില്ല, എത്ര തികവുകൾ എനിക്ക് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. എങ്കിലും വേദപുസ്തകം അക്ഷരികമായി അല്ലെങ്കിൽ ആധികാരികമായി പ്രഖ്യാപിക്കുന്ന ഒരു വിഷയമുണ്ട്, അനുസരണത്തിൽ തികഞ്ഞു വരിക. സ്തോത്രം. അത് വളരെ ഇമ്പോർട്ടൻ്റ് വിഷയമാണ്. വേദപുസ്തകത്തിലെ ആധികാരികമായ വിഷയം. വേദപുസ്തകത്തിൻ്റെ ഉൽപ്പത്തി അതിലാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയേണ്ടി വരും. അനുസരണക്കേട് സംഭവിച്ചുകൊണ്ടാണ് വേദപുസ്തകം എഴുതപ്പെടേണ്ടി വന്നത്. അനുസരണക്കേട് സംഭവിച്ചുകൊണ്ടാണ് ഈ ലോകത്തിലെ മനുഷ്യന് നിയമസംഹിതകൾ വേദപുസ്തകത്തിനകത്തു നിന്ന് ലഭ്യമാണ്.